Let's listen to the story. The school reopened after Christmas. Usually, Danny doesn't like going back to school after holidays. But this time, he was eager to reach school. അപ്പം എന്താണ്, സ്കൂള് ക്രിസ്മസിന് ശേഷം വീണ്ടും തുറന്നു. യൂഷ്വലി ഡാനി ഡസൻ ലൈക്ക് ഗോയിങ് ബാക്ക് ടു സ്കൂൾ ആഫ്റ്റർ ഹോളിഡേയ്സ്. സാധാരണയായിട്ട് ഡാനിക്ക് എന്ത് ഇഷ്ടമായിരുന്നില്ല, ഈ അവധി ദിവസങ്ങൾ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ അധികം ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല, ഇഷ്ടമൊന്നും ഉണ്ടായിരിക്കില്ല. ബട്ട് ദിസ് ടൈം ഹി വാസ് ഈഗർ ടു റീച്ച് സ്കൂൾ. പക്ഷേ ഈ തവണ അല്ലെങ്കിൽ ഈ പ്രാവശ്യം ഹി വാസ് ഈഗർ ടു റീച്ച് സ്കൂളിലെത്താൻ വേണ്ടിയിട്ട് വളരെയധികം തിടുക്കപ്പെട്ടു. വൈ ഈസ് ഡാനി ഈഗർ ടു ഗോ സ്കൂൾ? നമുക്ക് നോക്കാം എന്താണ് ഡാനി ഇങ്ങനെ സ്കൂളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തിടുക്കപ്പെട്ടത് നോക്കാം. The school reopened after the holidays. Danny reached the school in his new wheelchair. Hi Danny, have you got a wheelchair? Who gave you this? Children gathered around Danny and his wheelchair. This is nice, beautiful, how cute. They touched the wheelchair and said. ഓക്കെ, സോ അപ്പോൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അല്ലേ. യു ക്യാൻ സീ ഇൻ ദിസ് പിക്ചർ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കുട്ടികളെല്ലാം ക്യൂരിയസ് ആണ്, വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇവരെ ഈ വീൽ ചെയറിലുള്ള കുട്ടിയെ നോക്കുകയാണ്. സോ ആ വീൽ ചെയറിൽ ഇരിക്കുന്ന കുട്ടിയുടെ പേരാണ് ഡാനി. ആൻഡ് ആ വീൽ ചെയറിൽ നിൽക്കുന്ന ആ റോബോട്ട് പോലത്തെ റോബോട്ടിൻ്റെ പേരാണ് റോബോ. വീൽ ചെയറിൻ്റെ രൂപത്തിലുള്ള റോബോ ആണിപ്പോൾ. നോക്കാം. ദി സ്കൂൾ റീഓപ്പൺ ആഫ്റ്റർ ദ ഹോളിഡേയ്സ്. അങ്ങനെ അവധി ദിവസങ്ങൾ കഴിഞ്ഞ് സ്കൂൾ വീണ്ടും തുറന്നു. ഡാനി റീച്ച് ദ സ്കൂൾ ഇൻ ഹിസ് ന്യൂ വീൽ ചെയർ. എങ്ങനെയാണ് ഡാനി സ്കൂളിൽ എത്തിയതെന്നറിയോ? ഇൻ ഹിസ് ന്യൂ വീൽ ചെയർ, അവൻ്റെ പുതിയ വീൽ ചെയറിലാണ്. ഹായ് ഡാനി, ഹവ് യു ഗോട്ട് എ വീൽ ചെയർ? അപ്പോൾ കുട്ടികൾ ചോദിക്കുകയാണ്, എന്താ നിനക്കൊരു പുതിയ വീൽ ചെയർ കിട്ടിയിട്ടുണ്ടല്ലോ. ഹൂ ഗേവ് യു ദിസ്? നിനക്കിത് ആര് തന്നു എന്നൊക്കെ. ചിൽഡ്രൻ ഗ്യാതേർഡ് അറൗണ്ട് ഡാനി ആൻഡ് ഹിസ് വീൽ ചെയർ. അങ്ങനെ കുട്ടികളെല്ലാം തന്നെ അവൻ്റെ വീൽ ചെയറിനും അവനും ചുറ്റും കൂടി ഗ്യാദർ എന്ന് പറഞ്ഞാൽ കൂട്ടം കൂടി നിൽക്കുക. എന്തൊക്കെ കമൻസ് ആണ് അവർ പറയുന്നത് നോക്കാം. ദിസ് ഈസ് നൈസ്, ഇത് മനോഹരമാണ്. ബ്യൂട്ടിഫുൾ, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. ഹൗ ക്യൂട്ടാണല്ലോ. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കമൻസ് ആണ് ഇവർ പറയുന്നത്. ദേ ടച്ച് ദ വീൽ ചെയർ ആൻഡ് സെഡ്. അങ്ങനെ അവൻ്റെ വീൽ ചെയറിനെ തൊട്ടുകൊണ്ട് പറയുന്ന കമൻസ് ആണ് നൈസ്, ബ്യൂട്ടിഫുൾ, ക്യൂട്ട് അല്ലേ. ഇതൊക്കെ ഒരേ മീനിങ് വരുന്ന വാക്കുകളാണ്. നൈസ്, ബ്യൂട്ടിഫുൾ, ക്യൂട്ട്. നല്ല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന പോസിറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള അഡ്ജക്റ്റീവ്സ്. നോക്കാം, അടുത്ത പേജ് നോക്കൂ. ദ ബെൽ റാങ്. ചിൽഡ്രൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ടു ദെയർ ക്ലാസ്സസ്. ഡാനി, വി ആർ ഗോയിങ് അപ്സ്റ്റേഴ്സ്. ദർ ഈസ് എ മാജിക് ഷോ. മാജിക് ഷോ? Danny asked. Yes, the details are on the notice board. They ran upstairs. Danny saw a notice on the wall. അങ്ങനെ ബെല്ലടിച്ചു. ബെൽ റാങ് എന്ന് പറഞ്ഞാൽ ബെല്ലടിച്ചു. കുട്ടികളെല്ലാം ചിൽഡ്രൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ടു ദെയർ ക്ലാസ്സസ്. അവരുടേതായ ക്ലാസ്സുകളിലേക്ക് നടക്കാൻ തുടങ്ങി. ഡാനി, വി ആർ ഗോയിങ് അപ്സ്റ്റേഴ്സ്. ഡാനി, ഞങ്ങളെല്ലാവരും എവിടെ പോവാണ്? അപ്സ്റ്റെയറിലേക്ക് പോവാണ്, മുകളിലത്തെ നിലയിലേക്ക് പോവാണ്. ദർ ഇസ് എ മാജിക് ഷോ. അവിടെ ഒരു മാജിക് ഷോ ഉണ്ട്. മാജിക് ഷോ? ഡാനി മാജിക് ഷോയോ? യെസ്, ദ ഡീറ്റെയിൽസ് ആർ ഓൺ ദ നോട്ടീസ് ബോർഡ്. നിനക്ക് അതിൻ്റെ വിശദ വിവരങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ എവിടെ കിട്ടും? നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചിട്ടുണ്ട് അല്ലേ. ദേ റാൻ അപ്സ്റ്റെയർസ്. അവരെല്ലാവരും അപ്സ്റ്റെയറിലേക്ക് ഓടി. ഡാനി സോ എ നോട്ടീസ് ഓൺ ദ വോൾ. ഡാനി എന്ത് കണ്ടു? നോട്ടീസ് ബോർഡിൽ ഒരു നോട്ടീസ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്, വോളിൽ ചുമരിലൊരു നോട്ടീസ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കണ്ടു. എന്താണ് നോട്ടീസ് ബോർഡിൽ കണ്ടിരിക്കുന്നത്? വായിച്ചു നോക്കൂ. എൻജോയ് ദ ഫൺ. എൻജോയ് ദ ഫൺ മാജിക് ഷോ ഓൺ 2 January അറ്റ് സ്കൂൾ ഓഡിറ്റോറിയം. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യം എഴുതിയിരിക്കുന്നത്? എന്താണ്? ഫൺ എൻജോയ് ചെയ്യൂ, തമാശ ആസ്വദിക്കൂ, അല്ലെങ്കിൽ ഫൺ ആസ്വദിക്കൂ എന്നാണ് പറയുന്നത്. മാജിക് ഷോ കണ്ടിട്ട് എൻജോയ് ചെയ്യൂ എന്നുള്ള രീതിയിലാണ്. എപ്പോഴാണ്? വെൻ ഇറ്റ് ഈസ് ഓൺ 2 January. ജനുവരി 2-ാം തീയതിയാണ്. വേർ ഈസ് ദ പ്ലേസ്? അറ്റ് സ്കൂൾ ഓഡിറ്റോറിയം. എവിടെയാണ് സ്ഥലം? സ്കൂൾ ഓഡിറ്റോറിയം. അതാണ് നോട്ടീസ് ബോർഡിലെ ഡീറ്റെയിൽസ്. The magic show is on the next floor. Danny thought, I would like to watch it. But how can I reach though? He felt sad. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ കുട്ടികളും അവിടെ എത്തിയിട്ടുണ്ട് അല്ലേ. പക്ഷെ നമ്മുടെ ഡാനിക്ക് പെട്ടെന്ന് അങ്ങനെ എത്തിപ്പെടാൻ പറ്റുമോ? ഇല്ല. മാജിക് ഷോ ഈസ് ഓൺ ദ നെക്സ്റ്റ് ഫ്ലോർ. അടുത്ത ഫ്ലോറിലാണ് മാജിക് ഷോ. ഡാനി വിചാരിച്ചു, ഐ വുഡ് ലൈക്ക് ടു വാച്ച് ഇറ്റ്. എനിക്കത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് ഹൗ ക്യാൻ ഐ റീച്ച് ദ? പക്ഷെ ഞാൻ എങ്ങനെ അവിടെ എത്തും? എനിക്ക് എങ്ങനെ അവിടെ എത്താൻ കഴിയും? ഹി ഫെൽ സാഡ്. അവന് വളരെയധികം സങ്കടം തോന്നി. ഡാനി വാസ് അലോൺ ഇൻ ദ ക്ലാസ്. ഹി വാസ് സാഡ്. റോബോ നോട്ടീസ്ഡ് ഇറ്റ്.
Hey Danny, why are you gloomy? Robo asked. I want to watch the magic show, but I can't climb the stairs. Just a minute, said Robo. അപ്പോൾ ഡാനി വാസ് എലോൺ ഇൻ ദ ക്ലാസ്. അപ്പം ഡാനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ക്ലാസ്സിൽ. കാരണം അവൻ ഒറ്റയ്ക്ക്, അവൻ്റെ എലോൺ എന്ന് പറഞ്ഞാൽ തനിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. ഹി വാസ് സാഡ്. അവന് ഹാപ്പിയാണോ? അല്ല, സാഡായിരുന്നു. കാരണം അവന് ഹാപ്പി ആവാൻ പറ്റുമോ? നെവർ. കാരണം എല്ലാ കുട്ടികളും മാജിക് ഷോ കാണാൻ പോയി. സോ ഇവന് മാത്രം ഒറ്റയ്ക്കാണ്. സോ ഹി വാസ് സാഡ്. റോബോ നോട്ടീസ് ദാറ്റ്. അവൻ്റെ ഫ്രണ്ടായ നമ്മുടെ റോബോട്ടിന്, ഈ റോബോയ്ക്ക് അത് ശ്രദ്ധിച്ചു. ഹേയ് ഡാനി, വൈ ആർ യു ഗ്ലൂമി? എന്താ ഡാനി, നീ എന്താ അങ്ങനെ ഗ്ലൂമി ആയിരിക്കുന്നത്, ഇങ്ങനെ സാഡായിട്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണ്. റോബോ ചോദിച്ചു. ഐ വോണ്ട് ടു വാച്ച് ദ മാജിക് ഷോ. എനിക്ക് എന്ത് കാണണം? മാജിക് ഷോ കാണണം. ബട്ട് ഐ കാൺ ക്ലൈംബ് ദ സ്റ്റെയേഴ്സ്. പക്ഷെ എനിക്ക് സ്റ്റെയേഴ്സ് കയറാൻ വേണ്ടി കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ റോബോയ്ക്ക് എന്തോ ഒരു ഐഡിയ തോന്നി. ജസ്റ്റ് എ മിനിറ്റ് എന്ന് പറയുന്നുണ്ട്, നോക്കാം എന്താണ്. ഹൗ വിൽ റോബോ ഹെൽപ്പ് ഡാനി? എങ്ങനെയായിരിക്കും റോബോ നമ്മുടെ ഡാനി ഹെൽപ്പ് ചെയ്യുക? Sit on me. Buzz. Robo's wheels turned into chain wheels. The wheels started rolling up the stairs. In a minute, Danny reached the first floor. He was excited. Thank you very much, Robo. I am on this floor for the next time, Danny said. അപ്പോൾ ഇവനെന്താ നമ്മുടെ റോബോ ഡാനിയെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. സിറ്റ് ഓൺ മീ. എൻ്റെ മേലെ കയറിക്കോ, അല്ലെങ്കിൽ എൻ്റെ മേലെ ഇരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് റോബോസ് വീൽസ് ടേൺഡ് ഇൻ ടു ചെയിൻ വീൽസ്. നമ്മുടെ റോബോ എന്ത് ചെയ്തു? വീൽസ് ഇല്ലേ, നമ്മുടെ വീൽ ചെയറിൻ്റെ വീല് ഒരു ചെയിൻ വീൽസ് ആയിട്ട് മാറി. യു ക്യാൻ സീ അറ്റ് ദിസ് പിക്ചർ. ആ സ്റ്റെപ്പ് കയറുന്ന വീൽ ചെയറിൻ്റെ വീല് നോക്കൂ, ചെയിൻ വീൽസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ദ വീൽ സ്റ്റാർട്ടഡ് റോളിങ് അപ്പ് ദ സ്റ്റെയേഴ്സ്. പടികൾ കയറാൻ വേണ്ടിയിട്ട് ആ ചക്രങ്ങളെല്ലാം റോൾ ചെയ്യാൻ തുടങ്ങി, തിരിഞ്ഞ് പോകാൻ തുടങ്ങി. ഇൻ എ മിനിറ്റ്, ഒറ്റ നിമിഷം കൊണ്ട് ഡാനി റീച്ച് ദ ഫസ്റ്റ് ഫ്ലോർ. ഡാനി എവിടെ എത്തി? ഫസ്റ്റ് ഫ്ലോറിൽ എത്തി. ഹി വാസ് എക്സൈറ്റഡ്. അവന് വളരെയധികം അതിശയമായിരുന്നു ഉണ്ടായത്. താങ്ക് യു വെരി മച്ച് റോബോ. റോബോയുടെ ഇവന് താങ്ക്സ് പറയണം. ഐ ആം ഓൺ ദിസ് ഫ്ലോർ ഫോർ ദ ഫസ്റ്റ് ടൈം, ഡാനി സെഡ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്ലോറിൽ വരുന്നത് എന്നുള്ള സന്തോഷം കൊണ്ട് ഇവന് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പറയാം. നോക്കാം. Will the friends see Danny climbing up? What will they say? അപ്പോൾ കുട്ടികളെല്ലാം, അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇവന് കയറി വരുന്നത് കണ്ടോ? അവരെന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക?